മകരവിളക്കിന് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തായാലും ഇന്നും നാളെയുമായി ഉദ്യോഗസ്ഥ തല യോഗം സന്നിധാനത്ത് ചേർന്ന് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താനുള്ള നീക്കമാണ്. തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി സ്പോട്ട് ബുക്കിംഗ് സംവിധാനം നിർത്തലാക്കിയ ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിനെതിരെ വ്യാപക പ്രതിഷേധം കൂടി ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി ചരിത്ര പ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ നാളെ നടക്കുകയും ചെയ്യും. എന്തായാലും ആനന്ദ് പുതൂറാണ് സന്നിധാനത്ത് തുടരുന്നത്. ആനന്ദ്, തിരക്ക് ഇന്നും അധികമാണോ? മനു, ഓരോ മണിക്കൂറുകൾ കഴിയുന്തോറും ശബരിമലയിലേക്ക് എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് ദർശിക്കാൻ വേണ്ടി സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം മാത്രം 95,000-ഓളം പേരാണ് സന്നിധാനത്തേക്ക് തീർത്ഥാടനത്തിന് വേണ്ടി എത്തിച്ചേർന്നത്. മകരവിളക്കിന് വേണ്ടി നട തുറന്നതിന് ശേഷം എല്ലാ ദിവസവും ശരാശരി 1,00,000-ഓളം ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ടെന്ന് തന്നെയാണ് ഔദ്യോഗികമായിട്ടുള്ള കണക്കുകളും സൂചിപ്പിക്കുന്നത്. ഇത് ഔദ്യോഗിക കണക്കുകൾ മാത്രമാണ്, അതായത് ബുക്കിങ്ങുകൾ വഴി കയറി വരുന്ന ആളുകളുടെ എണ്ണം. എന്നാൽ നേരെ മറിച്ച് ഇത്തരം ബുക്കിങ്ങുകൾ ഇല്ലാതെ ഏകദേശം 10,000-ലധികം ആളുകൾ ശബരിമലയിലേക്ക് വരുന്നുണ്ട് എന്നുള്ള അനൗദ്യോഗിക കണക്കുകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ദേവസ്വം ബോർഡ് ഇന്ന് യോഗം ചെയ്തു. മകരവിളക്കിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. സുരക്ഷാ ക്രമീകരണം ഒരുക്കുന്നതിന്റെ ഭാഗമായി മറ്റ് മകരവിളക്കിന്റെ ഒരുക്കങ്ങളെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ഇന്ന് സന്നിധാനത്ത് യോഗം ചേരുന്നുണ്ട്. ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഭക്തർ കൂടുതൽ തമ്പടിക്കാൻ സാധ്യതയുള്ളത്, അവിടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏതൊക്കെ തരത്തിലായിരിക്കണം തുടങ്ങിയിട്ടുള്ള പോലീസിനെ അടക്കം യോഗം ചേരുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. അതേസമയം എരുമേലി, ചരിത്രപ്രസിദ്ധമായ എരുമേലി ചന്ദനക്കുടം ഇന്നാണ് പ്രസിദ്ധമായ, ഇന്നും നാളെയുമായി നടക്കും. പേട്ടതുള്ളൽ നാളെയും ചന്ദനക്കുടം ഇന്നാണ്. ഇന്ന് വൈകിട്ട് 6:15 ചന്ദനക്കുടം പൊതുസമ്മേളനം മന്ത്രി കെ രാധാകൃഷ്ണനും ചന്ദനക്കുടം ഘോഷയാത്ര മന്ത്രി VN വാസവനും ഉദ്ഘാടനം ചെയ്യും. 7:30 ഇത് ആരംഭിക്കുന്നത്. പേട്ടക്കവലയിൽ വെച്ച് നിന്ന് ആരംഭിച്ച് നഗരം ചുറ്റി പുലർച്ചെ 2:30 പള്ളി അങ്കണത്തിൽ സമാപിക്കും. നാളെ ഉച്ചയ്ക്ക് ഏകദേശം 12 കൂടി തന്നെയാണ് അമ്പലപ്പുഴ സംഘത്തിന്റെയും ഉച്ചയ്ക്ക് 3 ആലങ്ങോട്ട് സംഘത്തിന്റെയും പേട്ട തുള്ളൽ നടക്കും. ഇതിന്റെ ഒരുക്കങ്ങളും ഏകദേശം പൂർത്തിയായി കഴിഞ്ഞ ഒരു സാഹചര്യം തന്നെയാണുള്ളത്. എന്തായാലും അരവണ വിഷയത്തിൽ, അതായത് അരവണ പ്രതിസന്ധി നിയന്ത്രണത്തിലെ ഇപ്പോഴും പൂർണ്ണമായി ഒരു പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്കറിയാൻ വേണ്ടി കഴിയുന്നത്. അതുപോലെ തന്നെ ഈ സന്നിധാനത്ത് മാത്രമല്ല, അല്ലെങ്കിൽ ക്യൂ നീളുന്നത് അരവണ കൗണ്ടറിൽ കൂടിയാണ്. മണിക്കൂറോളം ആളുകൾക്ക് അരവണ വാങ്ങുന്നതിന് വേണ്ടി ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. 8-ാം തീയതി പൂർണ്ണമായും ഇത്തരം നിയന്ത്രണങ്ങൾ എടുത്തു കളയുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചിരുന്നെങ്കിലും അത് എത്രത്തോളം പ്രാവർത്തികമായി എന്നുള്ള ഒരു സംശയം ഇവിടെ ബാക്കിയാവുകയാണ്. ശരി.